ആഗോള അയ്യപ്പ സംഗമത്തിനായി സമവായ നീക്കങ്ങളുമായി സർക്കാർ. SNDPയുടെയും NSSന്റെയും പിന്തുണ ആദ്യമേ ഉറപ്പാക്കിയെങ്കിലും KPMS അടക്കമുള്ള ആളുകൾ അതിശക്തമായ എതിർപ്പാണ് ഉയർത്തുന്നത്. BJPയും ഹിന്ദു ഐക്യവേദിയും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. എതിർപ്പ് ഉന്നയിച്ച പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി നാളെ ചർച്ച. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ എത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ VD സതീശൻ കൂട്ടാക്കിയില്ല. കന്റോൺമെന്റ് ഹൌസിൽ എത്തിയ PS പ്രശാന്ത് ക്ഷണക്കത്ത് നൽകി മടങ്ങി. നിലപാടെടുക്കാൻ UDF വൈകിട്ട് യോഗം ചേരും. അയ്യപ്പ സംഗമം ഇടതുപക്ഷത്തിന്റെ ഇലക്ഷൻ സ്റ്റണ്ടോ എന്നാണ് ഹോട്ട് യാൻ ടോക്ക് ചോദിക്കുന്നത്. CPM പ്രതിനിധിയായി മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, അഭിഭാഷകനായ പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം A. പത്മകുമാറിലേക്ക് പോയാൽ, ശ്രീ A. പത്മകുമാർ, ഈ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാടിൻ്റെ പേരിൽ ഒരുപാട് വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ട കാര്യം വളരെ കൃത്യമായി നമുക്ക് മുന്നിൽ ഉള്ളതാണ്. പാർട്ടി അക്കാര്യം അംഗീകരിച്ചതുമാണ്. CPMന് അത്തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ആ വോട്ട് ബാങ്കുകളെ, ആ വോട്ടുകളെ തിരികെ എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന നിരീക്ഷണം പൊതുവെയുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ നിരീക്ഷണത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ എനിക്ക് കഴിയുന്ന ആളല്ല. കാരണം ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വോട്ടിലുണ്ടായിട്ടുള്ള ചോർച്ച പരിഹരിക്കാനാണ് എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നതെങ്കിൽ, കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ കൃഷ്ണപിള്ള വൈക്കത്തമ്പലത്തിൽ ബ്രാഹ്മണരല്ലാത്തവർക്ക് മണിയടിച്ച് തൊഴാനായിട്ടുള്ള അവകാശം വേണം എന്ന് പറഞ്ഞ് മണിയടിക്കുകയും മണിയടിച്ചതിൻ്റെ പേരിൽ മർദ്ദനമേൽക്കുകയും ചെയ്ത സംഭവമുണ്ടായത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അപ്പം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുന്നതിനും ആ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി ആദിമകാലം മുതൽ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നതാണ്. അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയ്ക്കാണ് ഓരോ നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. അതിനെ ഏതെങ്കിലും ഒരു വിധത്തിൽ 2 വോട്ടിൻ്റെയോ അല്ലെങ്കിൽ 4 സീറ്റിൻ്റെയോ അടിസ്ഥാനത്തിലാണ് എന്ന തെറ്റായ ധാരണ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഇവിടുത്തെ ജനസമൂഹം എന്താണോ കാണുന്നത്, ആ ജനസമൂഹത്തിൻ്റെ ആഗ്രഹാഭിലാഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ അനുഭവം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ സംഭവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഈശ്വരവിശ്വാസികളുടെ ഉൾപ്പെടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ ഗവൺമെൻറ് അതിനെ പിന്തുണ അറിയിക്കുന്നു. അങ്ങനെ അറിയിക്കുമ്പോൾ അത് വോട്ടിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഒരിക്കലുമല്ല. ഈ വിഷയത്തിൽ, യുവതീ പ്രവേശന വിഷയത്തിൽ പുതിയ സത്യവാങ്മൂലം കൊടുക്കും എന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ മുൻ നിലപാടുകളിൽ നിന്ന് CPM പിന്നോട്ട് പോവുകയാണോ ഈ വിഷയത്തിലൊക്കെ? അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ടാവേണ്ട. ഇപ്പോൾ തന്നെ പലരും തെറ്റായ ധാരണ വെച്ചുകൊണ്ടാണ് ഈ അഫിഡവിറ്റിനെ സംബന്ധിച്ച് പറയുന്നത്. ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് അഫിഡവിറ്റ് കൊടുത്തതെന്നൊക്കെയുള്ള നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നല്ലോ. ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്തല്ല അഫിഡവിറ്റ് കൊടുത്തത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അന്നത്തെ പ്രസിഡന്റ്. എൻ്റെ മുൻ പ്രസിഡൻ്റാണ്. എനിക്ക് മുമ്പ് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്ത അഫിഡവിറ്റ് നിലനിൽക്കുകയാണ്. അല്ലാതെ എൻ്റെ കാലത്തല്ല അഫിഡവിറ്റ് കൊടുത്തത്. രണ്ടാമത് ഞങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു അഫിഡവിറ്റ് ഉണ്ടല്ലോ, ആ അഫിഡവിറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടതില്ല എന്നാണ് അന്ന് പൊതുവിൽ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട്. അപ്പം അതുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് അഫിഡവിറ്റിൻ്റെ കാര്യം പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഇപ്പം നേരത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ,
ഇപ്പം ഈ കഥകളൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ വെള്ളം നദിയിലൂടെ ഒഴുകിപ്പോയി കഴിഞ്ഞു. വീണ്ടും സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണോ? ഞാനൊന്ന് പറഞ്ഞു തീർന്നില്ല. പമ്പാ നദിയിൽ കൂടെ ആണെങ്കിലും മറ്റ് നദികളിൽ കൂടെ ആണെങ്കിലും ഒരുപാട് വെള്ളം ഒഴുകിക്കഴിഞ്ഞു. ഇനിയും ഇപ്പോൾ അതേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിപ്പോൾ നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അയ്യപ്പ സംഘമാണ്. ആ അയ്യപ്പ സംഗമം അവിടുത്തെ ശബരിമല ക്ഷേത്രത്തിനും നമ്മുടെ കേരളത്തിനും ഗുണകരമോ അല്ലയോ? എൻ്റെ അഭിപ്രായം ഗുണകരമാണ്. അങ്ങനെ അയ്യപ്പ സംഗമം നടത്തേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. തിരിച്ചെത്താം താങ്കളിലേക്ക്. പ്രശാന്ത് പത്മനാഭൻ ചേരുകയാണ്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഈ അയ്യപ്പ സംഗമത്തെ നമ്മൾ ഒരു നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നത് പോലെയോ പ്രവാസി സംഗമം സംഘടിപ്പിക്കുന്നത് പോലെയോ ഒക്കെ അങ്ങനെ ആ നിലയ്ക്ക് വേണമോ കാണേണ്ടത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന ഒരു പരസ്യമായ പ്രസ്താവന വരാത്രത്തോളം നമുക്കിതിനെപ്പറ്റി ഊഹിക്കാനേ കഴിയൂ. അപ്പോൾ ഉദാഹരണത്തിന് വായിച്ചു കേട്ടതും ഇപ്പോൾ പറഞ്ഞു കേട്ടതുമൊക്കെ ഭക്തരുടെ സംഗമം അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം സെക്കുലറാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ സെക്കുലർ രാജ്യമാണ്. സെക്കുലറിസം എന്നുള്ള വാക്ക് മാറ്റണം എന്ന് ചില ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പഴയ വൈസ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത പാർട്ടികളാണ് ഈ നവോത്ഥാനം പറയുന്ന ഇടതുപക്ഷ പാർട്ടികൾ. അവരിപ്പോൾ എന്താണ് ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ജനഹിതം യുവതികൾ അവിടെ പ്രവേശിക്കരുതെന്നാണെങ്കിൽ സുപ്രീം കോടതി വിധിയെ മറികടക്കാനാണോ അവർ ഉദ്ദേശിക്കുന്നത്? ഇലക്ടറൽ പൊളിറ്റിക്സിൽ എന്തെങ്കിലും തിരിച്ചടി വന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ പുറത്ത് ഒരു സുപ്രീം കോടതി ഭരണഘടനാ ബാധ്യതയാണ് ഗവൺമെൻറ്റിന് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ അവിടെ കയറ്റാൻ സംസ്ഥാന ഗവൺമെൻറ് ബാധ്യസ്ഥനാണെന്നുള്ള വിധി വന്നിരിക്കെ അതിനെ മറികടക്കാനാണോ ഏത് രീതിയിൽ പ്രീതിപ്പെടുത്താനാണ് ഇത് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ ഇങ്ങനെയൊരു സെക്കുലർ രാജ്യത്ത് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള ആഘോഷങ്ങൾ കൂടി മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് നടത്തണം. അതല്ലേ അതിൻ്റെ സെക്കുലറിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവിശ്വാസികൾക്ക് ഇവിടെ തുല്യാവകാശമുണ്ടല്ലോ, അവിശ്വാസികളുടെ കാര്യത്തിലും വേണം. പിന്നെ ആരാണ് ഇവിടെ യഥാർത്ഥ ഭക്തർ? എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സംഗമമാണോ? ബിന്ദു അമ്മണിക്ക് അവിടെ പ്രവേശനമുണ്ടോ അയ്യപ്പ സംഗമത്തിൽ? മുഖ്യമന്ത്രി സ്വയം വിശ്വാസിയാണോ? ഇടതുപക്ഷം എന്നു മുതലാണ് ഇങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള മേളകൾ നടത്താൻ തുടങ്ങിയതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. സഖാവ് കൃഷ്ണപിള്ളയുടെ കാര്യം പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അദ്ദേഹം നവോത്ഥാനത്തിന് വേണ്ടി ഗുരുവായൂരിൽ അവിടെ മണിയടിച്ചു എന്നുള്ള അത് വളരെ ഫേമസ് ആയിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ നവോത്ഥാനം പറയുന്ന ആൾ ഒരു മതത്തിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിലെ ഗവൺമെൻറ് ഒരു മതത്തിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിനാണ് നവോത്ഥാന നായകനായിട്ട് വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒന്നും എതിർത്ത് പറഞ്ഞു കണ്ടില്ല. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ആദ്യമായിട്ട് സുപ്രീം കോടതി വിധി അനുസരിച്ച് അവിടെ പ്രവേശിച്ച വനിതയ്ക്ക് അവിടെ ഇൻവിറ്റേഷൻ ഇല്ല. പിന്നെ എന്ത് സംഗമമാണ് നടത്തുന്നത്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആരുടെ വോട്ടാണ് ഗവൺമെൻറ്റിന് കിട്ടുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നത്? ഇത് വെറും ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ അമ്പലപ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ എന്ത് ക്രിറ്റിസിസം ആയിരുന്നു അതുതന്നെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇത് ചെയ്യുമ്പോൾ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. പ്രധാനമന്ത്രിയുടെ ഇത്തരം വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇപ്പോൾ UP സർക്കാർ മഹാകുംഭമേള സംഘടിപ്പിക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി പോയി രാമക്ഷേത്രത്തിന് തറക്കല്ലിടുകയും പ്രതിഷ്ഠാ ചടങ്ങും നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന CPM ഉന്നയിക്കുന്ന വിമർശനം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകുത്തും. ഇങ്ങനെ ഒരു സംഗതി സംഘടിപ്പിക്കുമ്പോൾ, ഇങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അവിടെ അല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അത് വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും കാലം പറഞ്ഞിരുന്നത് പിണറായി വിജയൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നെന്നായിരുന്നല്ലോ. പിണറായി വിജയൻ മുസ്ലിങ്ങളുടെ വ്യക്താവാണെന്നും പറഞ്ഞിട്ടാണല്ലോ നടന്നത്. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുമ്പോഴോ അത് നേരെ തിരിച്ചു പറയുകയാണ്. ശ്രീ പത്മകുമാർ, ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിക്ക് ശേഷം ആ രീതിയിൽ ഒരു പൊളിറ്റിക്കലി ഒരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ CPMന്? എന്ത് ഷിഫ്റ്റാണ് ഉണ്ടായത്? ചിലപ്പോൾ ഈ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം വോട്ടിന് വേണ്ടി എല്ലാം എന്തിനാ അങ്ങനെ ഒരു ദോഷം കാണുന്നത്? 1 കിലോ സ്വർണ്ണം എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ കാണിച്ചാൽ അവരാഗ്രഹിക്കും അതുകൊണ്ട് മാക്സിമം ആഭരണങ്ങൾ ഉണ്ടാക്കിയിടണമെന്ന്.
ഒരു സ്വർണ്ണക്കടക്കാരനെ കാണിച്ചാൽ അത് വിറ്റിട്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. സ്വർണത്തിന് മാറ്റമില്ല, കാണുന്ന കണ്ണിന്റെ പ്രശ്നം. ഈ ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. അതിനെ പ്രതിരോധിക്കാൻ CPM മുൻകൈയെടുത്ത പ്രക്ഷോഭങ്ങളും നമുക്കറിയാം. മനുഷ്യ മതിലടക്കമുള്ളവ നമ്മൾ കണ്ടതാണ്. അതിൽ മുന്നിട്ട് നിന്ന സംഘടനയാണ് KPMS. അതിന്റെ നേതാവാണ് പുന്നല ശ്രീകുമാർ. അവരൊക്കെ ഇതിനെ തള്ളിപ്പറയുകയാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ എല്ലാ സമുദായ സംഘടനകളെയും ഇതിന് കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? ഈ രീതിയിൽ വിമർശനം നേരിടുമ്പോൾ എന്താണ് മറുപടി പറയാനുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞു വന്നതല്ലേ, അതിനിടയ്ക്ക് അങ്ങനെ കയറിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഒക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പറയാനല്ലല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 99 സീറ്റുമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും ഈശ്വര വിശ്വാസത്തിനെതിരല്ല, ഈശ്വര വിശ്വാസികൾക്കെതിരല്ല. അവരുൾപ്പെടെയുള്ളവരുടെ, നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ്റാണിത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ മാത്രം താല്പര്യമേ സംരക്ഷിക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ മറ്റേ വിഭാഗത്തിൻ്റെ മാത്രം താല്പര്യമേ സംരക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ലല്ലോ. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള CPM എടുത്തിട്ടുള്ള നിലപാടുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നേരത്തെ പറഞ്ഞത്. പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് മുസ്ലിമിനെ, മരുമകനെ, ഇതൊക്കെ നിങ്ങൾ ആക്ഷേപിച്ചവരല്ലേ? അവരല്ലേ ഇപ്പോൾ പറയുന്ന അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ പോകാൻ പാടില്ലെന്ന്? പിണറായി വിജയൻ അല്ലാതെ ഈ കേരളത്തിൽ ആര് പോകണമെന്നായി പറയുന്നത്? യാതൊരു വിലയില്ലാത്ത ആൾക്കാർ പോകണോ? അതോ 99 സീറ്റും പിടിച്ച് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പിണറായി വിജയന് അവകാശമില്ലേ? പിണറായി വിജയനല്ലേ അവകാശം? വേറെ ആർക്കാ ഇവിടെ അവകാശം? അപ്പം അത് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിനകത്ത് സ്ത്രീകളുടെ അടക്കം പങ്കാളിത്തം ഏത് രീതിയിലാണ്? ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം ശബരിമലയിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ സ്ത്രീ പ്രവേശനം ഇപ്പോഴും അവിടെ ഇല്ല. ലക്ഷ്മി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏത് സ്ത്രീയെ ചോദിച്ചു നോക്കാം കേറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അല്ല, ആരെ കേട്ടണമെന്നാണ് ആഗ്രഹം എന്നങ്ങ് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ശുപാർശ ചെയ്ത് നോക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതാവശ്യമില്ലല്ലോ. ഒരിടത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക ശുപാർശയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഇടപെട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒക്കെ ഒരു പരിപാടിയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി പ്രത്യേകം ശുപാർശയുടെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ആവാമെന്നാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഒരു ശുപാർശ ആവാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു വലിപ്പം കണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശുപാർശയുടെ ആവശ്യം ഇല്ലെന്നൊക്കെ എനിക്കറിയാം, വലിയ ആളുകളാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ വലിപ്പമല്ല, അത് കേരളത്തിലെ സ്ത്രീകളുടെ വലിപ്പമല്ലേ? സ്ത്രീ പുരുഷ സമത്വമല്ലേ കേരളത്തിലെ, നല്ല ലോകത്ത് തന്നെ. അതെ 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 ആ സമത്വത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഇന്നത്തെ അനുഭവങ്ങളും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും ഇടതുപക്ഷ ആശയങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തുമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് നന്നായിട്ടറിയാമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അടർത്തി മാറ്റി അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പിണറായി വിജയനും എതിരായിട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമം അത് ശരിയല്ലെന്നേ പറയുന്നുള്ളൂ. ഞാൻ ഒരു വാചകം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ അയ്യപ്പ സംഗമത്തെ പലരും അനുകൂലിക്കുന്നു, പലരും പ്രതികൂലിക്കുന്നു. ആയിക്കോട്ടെ, NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരും അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഈ അയ്യപ്പ സംഗമത്തെ ഒന്ന് അനുകൂലിച്ചു പോയി. ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം 30 വർഷക്കാലമായി SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ്. എത്രയോ കാലമായി ഒരു പരിണിതപ്രജ്ഞനായി NSSൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളാണ് സുകുമാരൻ നായർ. അവരെ രണ്ടുപേരെ സോഷ്യൽ മീഡിയയിൽ എത്ര മോശമായിട്ടാണ് അപഹസിച്ചത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ. ഇതൊരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരണം. അതാണ് ഈ കേരളത്തിന്റെ ഇന്നത്തെ പ്രശ്നം. നിരുത്തരവാദപരമായ പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അദ്ദേഹം. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്, ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. മലപ്പുറത്തിനെതിരെ നടത്തിയ പരാമർശം നമുക്കറിയാം. അപ്പോൾ ഇവരെയൊക്കെ തലപ്പത്തിരുത്തി ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഉറപ്പായും ആ സംഗമത്തിനെതിരെയും വിമർശനം ഉയരും. ഉറപ്പായും ഉയരും ആ വിമർശനം. അത് കറക്റ്റ്. പക്ഷേ
ഞാൻ പറഞ്ഞത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ കാര്യം, ആ കാര്യത്തെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ എല്ലാ താങ്കൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. UDF പങ്കെടുക്കാൻ കഴിയുമോ എന്നറിയില്ല, മുസ്ലിം ലീഗ് ഒപ്പമുണ്ടല്ലോ എന്ന്. അല്ല, UDF എന്താ ഇപ്പോൾ പറഞ്ഞത്? ഏറ്റവും ഇപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിൽ പോയി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക്. VD സതീശൻ പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു വീട്ടിൽ കയറി ചെന്നിട്ട്, അത് സ്വന്തം വീടായിക്കോട്ടെ ഔദ്യോഗിക വസതി ആയിക്കോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റല്ലേ ചെന്നത്, ശ്രീ VD സതീശൻ അദ്ദേഹത്തെ കണ്ടിട്ട് മുഖത്ത് പോലും നോക്കാതിരിക്കുന്ന സമീപനം സ്വീകരിച്ച് എത്ര കണ്ട് ശരിയാണ്? ഇതൊക്കെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം കേരളത്തിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. എത്ര അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം വളർത്തിയാലും ശരി, വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള എന്നുള്ള കാര്യം അത് എത്ര രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിലും താങ്കൾ പറഞ്ഞ അക്കാര്യം വളരെ ശരിയാണ്. ശ്രീ എ പത്മകുമാർ, പ്രശാന്ത് പത്മനാഭൻ താങ്കൾ കൈ ഉയർത്തുന്ന കണ്ടു, ചോദിക്കാം. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ ആവശ്യമില്ല. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം തുറന്നു കൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അത് പാലിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വലിയ ആളാണോ ചെറിയ ആളാണോ നോക്കേണ്ട കാര്യം അല്ല. അയ്യപ്പ സംഘമാണെങ്കിൽ അത് എന്താണ്, മാനദണ്ഡം എന്താണെന്ന് കൂടെ അദ്ദേഹം വ്യക്തമാക്കി. ഓൾ ഇൻക്ലൂസീവ് ആണോ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ അവിടെ അവിശ്വാസികളായിട്ടുള്ളവർക്കും ദർശനം നടത്താൻ പോകുന്നവർക്കും ഒക്കെ ഇതുണ്ടോ, അതോ എന്തെങ്കിലും നിക്ഷേപ സംഗമമാണോ? വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ സെക്യുലർ ഗവൺമെൻറ് എങ്ങനെയാണ് ഇങ്ങനെ നടത്തുന്നത്? അത് എക്സ്ക്ലൂസീവ് ആവുമല്ലോ. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമെന്ന് പറയുമ്പോൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് സെക്യുലർ ഗവൺമെൻറ്റിന് യോജിച്ചതാണോ എന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കാരണം സമുദായ നേതാക്കന്മാരുടെ പിന്തുണയൊക്കെ ഇടപെട്ട് ഞാനൊരു കാര്യം പ്രശാന്തിനോട് പറഞ്ഞുകൊള്ളട്ടെ. എന്താന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രമാണല്ലോ ശബരിമല. ശബരിമലയുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആലോചനകൾ നടക്കുന്നതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ വിശാലമായ അർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന ഒരു വാദം കൂടി അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് വേണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ സജഷൻ. ബാക്കി അതിനകത്ത് പുതുതായിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ലല്ലോ. ആ തീർന്ന ഒരു കാര്യം, ഞങ്ങൾ വിശ്വാസികളുടെ എല്ലാം അവരുടെ വികാരങ്ങളെ മാനിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതായത് നേരത്തെ ചെയ്തത് തെറ്റിപ്പോയെന്നാണോ? കോടതി വിധിയുണ്ട്, ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല, അത് വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ അത് പാലിക്കണം. അത് പാലിച്ചുകൊണ്ട് ബാക്കി നിക്ഷേപ സംഗമോ അങ്ങനെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെയാകുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാം അതിനകത്ത്. പക്ഷേ മാറ്റി നിർത്തുന്നത് എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. കാരണം ബിന്ദുമണിയെ പോലെ ഉള്ളവർക്ക് സമൂഹത്തിലൊരു മാറ്റി നിർത്തൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടി നിങ്ങൾ വരണ്ട എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അത് ഇടതുപക്ഷത്തിനൊട്ടും അങ്ങനെ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കണ്ടത് അതാണ്. അത് യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയാണ്, അവരെ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന മന്ത്രി ശ്രീ വാസവൻ്റെ പ്രസ്താവനയായിട്ട് കണ്ടു. അങ്ങനെയുണ്ടോ ശ്രീ എ പത്മകുമാർ? അങ്ങനെ തീരുമാനമുണ്ടോ അവിടേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിച്ച് വരുന്നവരെ? വളരെ വ്യക്തമായി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ എന്താ പറഞ്ഞത്? VN വാസവൻ വളരെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ളവരെ വിളിക്കുക, എല്ലാവരെയും കൂടെ ക്ഷണിച്ചിട്ടല്ല ഈ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? അവിടെ പങ്കെടുക്കുന്ന ആർക്കൊക്കെ പങ്കെടുക്കാം, ആരൊക്കെയാണ് പങ്കെടുപ്പിക്കുന്നത്? ഇപ്പോഴും അവ്യക്തതകളുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതാ പറയാൻ വരുന്നത്. ഇപ്പൊ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വിദേശ രാജ്യങ്ങൾ, ആസ്ട്രേലിയ ആയാലും അമേരിക്ക ആയാലും മലേഷ്യ ആയാലും ശ്രീലങ്ക ആയാലും പലയിടത്തും നമ്മളെ ക്ഷണിക്കാറുണ്ട്. അവിടെ എല്ലാം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രങ്ങളിലാകെ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന 2 വർഷക്കാലം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അവർ ഇപ്പോൾ അയ്യപ്പസ്വാമിയെ കാണേണ്ടവർ അവിടെ വന്നോട്ടെ, കണ്ടോട്ടെ, തൊഴുതോട്ടെ, പൊക്കോട്ടെ, അവരെന്തെങ്കിലും സഹായിക്കുന്നെങ്കിൽ ചെയ്തോട്ടെ. എന്തിനാണ് ഈ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് നമ്മളവിടെ ഇപ്പോൾ കേരളത്തിൽ ഒരു ഗവൺമെന്റും നമ്മുടെ ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം എന്താണ്? ശരിക്കും ലക്ഷ്യം എന്താണ്?
അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ശബരിമല ശാസ്താവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ, അത്രയേ ഉള്ളൂ. അത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. തീർത്ഥാടന കാലത്ത് അവർ വന്നു പോകുന്നുണ്ടല്ലോ, അതെന്തിനാണ് ഇങ്ങനെ ഒരു നമ്മള് ഈ രീതിയിൽ ഒരു സംഗമത്തിലേക്ക് എത്തുന്നത്? എന്തിനാണ് അതിനൊരു ലക്ഷ്യം എന്താണ്? അല്ല പറഞ്ഞല്ലോ, അവരുടെ ഒരു കൂട്ടം. എന്തിനാ അയ്യപ്പ സേവാ സംഘം രൂപീകരിച്ചത്? എന്തിനാ അയ്യപ്പ സേവാ സമാജം രൂപീകരിച്ചത്? അതല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള സംഘടനകൾ എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് 100 കോടി രൂപ ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അനുവദിച്ചിട്ടുണ്ട്. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അതെന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചില്ലല്ലോ. അപ്പം ഇത് ശബരിമലയിലെ വിഷയം കൈകാര്യം ചെയ്യാൻ വകുപ്പുണ്ട്, അതിന് പ്രത്യേകമായി യോഗങ്ങൾ നടക്കുന്നുണ്ട്. വർഷാവർഷം ഭക്തന്മാർ വന്നു പോകുന്നുണ്ട്, ശബരിമല സീസൺ ആകുമ്പോൾ വന്നു പോകുന്നുണ്ട്. അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിട്ട് ഈ രീതിയിൽ ഒരു കോൺക്ലേവ് പോലെ ഒന്ന് സംഘടിപ്പിക്കുന്നതിന് പിന്നിലാണ് ഈ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു രാഷ്ട്രീയ പദ്ധതിയായി, CPM-ന്റെ രാഷ്ട്രീയ പദ്ധതിയായി അതിനെ വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് CPM-ന്റെ രാഷ്ട്രീയ പദ്ധതിയൊന്നുമില്ല. CPM-ന് രാഷ്ട്രീയ പദ്ധതിയൊന്നുമില്ല. അതിനെ രാഷ്ട്രീയമായി കാണുന്നവർക്ക് പദ്ധതി ഉണ്ടാവാം, അതിൻ്റെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്ന, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, ഗവൺമെൻറ് ഇവിടെ നിൽക്കുന്നു. ആ ഗവൺമെൻറ് ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ആണെങ്കിൽ പറ. ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ പറ, നിങ്ങൾ ചെയ്യുന്നു. പിന്നെന്താ? അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ധാരണയ്ക്കനുസൃതമായി ചിലപ്പോൾ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും നന്നായിട്ട് ശബരിമല മുമ്പോട്ട് പോകാൻ ഇതാ നല്ലതെന്ന് അവർ കണ്ടു കാണും. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് എല്ലാ സമുദായ സംഘടനകളെയും ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല? KPMS അടക്കമുള്ള സംഘടനകളെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല ഇതിൽ ദേവസ്വം ബോർഡിന്? തീർച്ചയായിട്ടും അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കാണുമല്ലോ. ദേവസ്വം ബോർഡ് എന്താ ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരൊക്കെ KPMS ആയാലും ശരി, AKPMS ആയാലും ശരി, അതിപ്പോൾ പറയുമ്പോൾ AKPMS-നെ വിളിക്കാൻ പാടില്ലെന്നോ അതല്ലേ മറ്റേ വിഭാഗത്തെ വിളിക്കാൻ പാടില്ലെന്നൊക്കെ തർക്കം വന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ഒരു സംഘടനയെ വിളിക്കണം, മറ്റേവരെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം അങ്ങനെയുള്ള ഒരു ചർച്ചയല്ല പ്രശ്നം. ഇവിടെ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട അവരൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിനെ പിന്തുണയ്ക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് അതിന് അധികാരമുണ്ട്. കാരണം കേരളത്തിൽ ഈ സെക്യുലർ ഗവൺമെൻറ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റാനും അത് മാറ്റി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റും അല്ലേ മുമ്പോട്ട് വന്നിട്ടുള്ളത്. വേറെ ആരാ വന്നിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിന് യാതൊരു അധികാരമില്ല, ദേവസ്വം ബോർഡിന് അധികാരമില്ല. ഇതൊക്കെ ചിലർക്ക് പൊള്ളും. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ഇതൊക്കെ ചിലർക്ക് പൊള്ളും. അത് പൊള്ളും, വിഷമം ഉണ്ടാകുമെന്നൊക്കെ. അവിടെയുള്ള ആചാരങ്ങളിൽ, സ്ത്രീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ പരിഷ്കരണം വേണം എന്ന കാര്യം കൂടി ആ സംഗമത്തിൽ ചർച്ചയാകുമോ? ഉറപ്പായും ആ വിഷയത്തിലാണല്ലോ ഒരു സമവായമൊക്കെ ആവശ്യം ഉള്ളത്. അപ്പോൾ ആ വിഷയം അവിടെ ചർച്ചയാകുമോ? അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ അജണ്ട എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിക്കണം, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മുൻ പ്രസിഡൻ്റാണ്. അപ്പോൾ പക്ഷേ മുൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക്, ശബരിമല ക്ഷേത്രവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ആഗോള അയ്യപ്പ സംഗമം വിളിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അത് ശബരിമലയുമായിട്ട് 1907 മുതൽ എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുകയാണ്. തീർച്ചയായും അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഏതായാലും പറയാൻ പറ്റുകയുള്ളൂ. പ്രശാന്ത് പത്മനാഭൻ, ഈ വിഷയങ്ങളടക്കം അങ്ങനെയെങ്കിൽ ആ സംഗമത്തിൽ ചർച്ചയാകേണ്ടതല്ലേ ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ? ഇപ്പോൾ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കം വാക്കുകളിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിലെ മാറ്റത്തെയും അയ്യപ്പ സംഗമത്തെയും ഒക്കെ ചേർത്ത് വായിക്കും എന്താണ് മനസ്സിലാക്കേണ്ടത്? കോടതി വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി സത്യവാങ്മൂലം കൊടുക്കാനുള്ള ആ ഘട്ടം കഴിഞ്ഞു. അപ്പോൾ കോടതി വിധി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലാക്കി എല്ലാവർക്കും അത് പരിഭാഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വിശ്വാസികളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാം, അവിശ്വാസികൾക്ക് വേണ്ടി നിൽക്കാം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സർക്കാരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയും അയ്യപ്പ സംഗമം നടത്തുന്ന മുഖ്യമന്ത്രിയും തമ്മിൽ
തിരിച്ചറിയാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ജനങ്ങൾ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് പൊട്ടന്മാരല്ല. അവർക്ക് കാര്യം മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ്, വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഇത് കളിക്കുന്നതെന്നുള്ള, രാഷ്ട്രീയം ചെയ്യുന്നതെന്നുള്ളത്. തീർച്ചയായിട്ടും ഇടതുപക്ഷം അങ്ങനെ അധപ്പതിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടെ ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെതിരെ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷ ശക്തികൾ ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് പറയുമായിരുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ഗവൺമെൻറ് ഇത്രയും അധപ്പതിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ശ്രീ പത്മകുമാർ, ഈ ബി.ജെ.പിയുടെ തീവ്ര ഹിന്ദുത്വത്തെ എതിർക്കാൻ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പയറ്റുന്നു എന്ന വലിയ വിമർശനം എല്ലാ കാലത്തും ഉയർത്തുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന് എന്ത് പറയാൻ സാധിക്കും ഈ വിമർശനങ്ങളോട്? അതല്ല ഈ നമുക്കറിയാമല്ലോ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലും അതിനു മുമ്പുണ്ടായിരുന്ന നവോത്ഥാന കാലഘട്ടത്തിലും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്നിട്ടുള്ള ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു സാഹചര്യങ്ങളും അതിൽ ഇടതുപക്ഷക്കാരും കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും അവരൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കറിഞ്ഞൂടെ? ഇപ്പോൾ പലർക്കും വന്നിരുന്ന് സംസാരിക്കാനൊക്കെ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിഞ്ഞൂടെ? നമുക്ക് ഇപ്പോൾ അവർക്ക് ഇന്നടത്ത് പോകണം, അതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ സാമൂഹ്യമായ വളർച്ചയുടെ ഭാഗമാണ്. ആ സാമൂഹ്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്ന കാര്യത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് പങ്കുവഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM രൂപം കൊണ്ടതിന് ശേഷം CPM തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കം വേണ്ട. അതിനിപ്പോൾ യെച്ചൂരിയുടെ ഒന്നും അക്കാലത്തൊക്കെ ഞങ്ങൾ CPM പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളൊക്കെ ഇല്ലാതാകുന്ന കാലത്തൊക്കെ മറ്റുള്ളവരൊക്കെ ഏറ്റെടുത്താൽ മതി. യെച്ചൂരിയുടെ കാര്യം പറഞ്ഞേ? അതെ യെച്ചൂരിയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞ്. യെച്ചൂരിയൊക്കെ ഉണ്ടായിരുന്ന എന്ത് പറയുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം മരിച്ചു പോയല്ലോ. ഇനിയിപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാനൊക്കത്തില്ലല്ലോ. ഞങ്ങൾക്കങ്ങനെയാണ്, ഞങ്ങളുടെ ഒരു അനുഭവം അതാണ്. കാരണം പണ്ട് AKG കാലം വന്ന് വിളിച്ചിട്ടും പോകാത്ത എന്തേ ഗോപാല എന്ന് ചോദിച്ചവർ AKG മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഞങ്ങൾ കണ്ടു. VS-നെ സംബന്ധിച്ച് നീട്ടിയും കുറുക്കിയും പ്രസംഗിക്കുന്നവനാണെന്ന് പറഞ്ഞ് VS-നെ പറ്റി അധിക്ഷേപം ചൊരിഞ്ഞവർ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഞങ്ങൾ കണ്ടു. കോടിയേരി ബാലകൃഷ്ണനെ പറ്റി എന്താ പറഞ്ഞതെന്ന് ഞങ്ങൾ കണ്ടു. യെച്ചൂരിയും മരിച്ചതിന് ശേഷം ഇപ്പം ജീവിച്ചിരിക്കുന്നവരെ പറ്റി അവർ മറുപടി പറയും. മരിച്ചവരെ പറ്റി പറഞ്ഞിട്ട് ദുഃഖം കൊള്ളണ്ട. മരിച്ചവരെ പറ്റി പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഉള്ളവരെ പറ്റി പറയട്ടെ. പ്രധാനമന്ത്രിയെ ഏത് തരത്തിലാണ് ഇന്ത്യ സഖ്യം വിമർശിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷം, കേരളത്തിലെ ഇടതുപക്ഷം അതേ ത്രാസിലേക്ക് തൂങ്ങാൻ പോവുകയാണോ എന്നുള്ള ചോദ്യം അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അതെ, ശ്വാസം വിടാതെ സംസാരിക്കേണ്ട ലക്ഷ്മി. ഞാൻ ഒരു പത്രലേഖനമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ശ്വാസം വിടാതെ തന്നെ സംസാരിച്ചേനെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ മരിച്ചു പോയവരെ പറ്റി പറയണ്ട. സീതാറാം യെച്ചൂരിയുടെ വ്യക്തിനിഷ്ഠമായ നിലപാടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എടുക്കുന്ന നിലപാടാണ് യെച്ചൂരിയുടെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് പ്രകാശ് കാരാട്ടിൻ്റെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് പിണറായി വിജയൻ്റെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് MA ബേബിയുടെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ME ഗോവിന്ദൻ്റെ നിലപാട്. അത് മനസ്സിലാക്കണം. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് വ്യക്തിനിഷ്ഠമായ വാദഗതികളുണ്ടെന്നോ ഏതെങ്കിലും ഒരു വാദഗതിയുടെ ഭാഗമാണ് ഏതെങ്കിലും വ്യക്തിയെന്നോ അങ്ങനെ വ്യക്തിപരമായിട്ട് വേർതിരിച്ചൊന്നും കാണണ്ട. യെച്ചൂരി എടുത്തിട്ടുള്ള നിലപാടിൻ്റെ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അന്ന് PBയിലുണ്ടായിരുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഇന്നും PBയിലുണ്ടല്ലോ. അവരോട് ചോദിക്കാമല്ലോ, ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാമല്ലോ. മരിച്ചുപോയ യെച്ചൂരി ഇനിയിപ്പോൾ എഴുന്നേറ്റ് വന്ന് മറുപടി പറയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തോട് അത്ര വലിയ താല്പര്യമുള്ളവരാണെങ്കിൽ അതായിക്കോട്ടെ, എനിക്ക് തർക്കമില്ല. എന്തൊക്കെയാണ് ചർച്ചയായി വരുന്നതെന്നോ അവിടെ ആരൊക്കെ ക്ഷണിക്കപ്പെടും എന്നോ ഈ ഘട്ടത്തിൽ നമുക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പത്മകുമാറിനും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം യുവതീ പ്രവേശം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാകും. വേറെ എന്ത് ചെയ്യാൻ പറ്റും? അതെ, എനിക്ക് ഒരു പൗരനെന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഒന്ന് പറഞ്ഞു ശ്രീ പത്മകുമാർ. ഞാൻ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എൻ്റെ സെക്കുലർ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഇവിടെ കേരളത്തിലുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. തമിഴ്നാട്ടിലുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനത്തിൽ ഇതുപോലെ ഒരു ദളിത് യുവതിക്ക് അമ്പലത്തിൽ കയറിയപ്പോൾ ഒരു പ്രശ്നം നേരിട്ടു. മുഖ്യമന്ത്രി അവിടെ നേരിട്ട് ചെന്ന് അവരുടെ വീട്ടിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അവരുടെ നഷ്ടപ്പെട്ട ആ ഡിഗ്നിറ്റി, ആത്മവിശ്വാസം വീണ്ടെടുത്ത് കൊടുത്തു എന്നാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എല്ലാ പത്രങ്ങളിലും
വന്നത്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്ത് ചെയ്തു? ഇതുവരെ ശബരിമലയിൽ പ്രവേശനം നടത്തിയ ബിന്ദു അമ്മണിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അതിൽ നമ്മുടെ ഭരണകൂടം അവർക്കൊപ്പം നിന്നോ? അതിനുശേഷം ഗവൺമെൻറ് എന്തെങ്കിലും നടപടിയെടുത്ത് ജനങ്ങളോട് സംവദിച്ചോ? പറഞ്ഞോ ഇങ്ങനെയാണ് കോടതി വിധി എല്ലാവർക്കും തുല്യ അവകാശം പറഞ്ഞിരിക്കുന്നു, ഞങ്ങളത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ശ്രീ സ്റ്റാലിൻ വരാത്തത്? നിങ്ങളുടെ ഈ സംഗമം ഇത്ര സെക്കുലറും വളരെ മഹനീയമായിട്ടുള്ള ഒരു വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള സ്റ്റാലിനെ അതിൽ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ക്ഷണം നിരസിച്ചത്? ഇതൊരു ഇലക്ഷൻ ജിമ്മിക്കാണെന്നും ഇവിടെ നമുക്ക് രാഷ്ട്രീയമായ മാറിനിൽപ്പ് എന്ന് വ്യാഖ്യാനിക്കാം. എങ്കിൽ പോലും പിണറായി വിജയനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആളാണ് എം കെ സ്റ്റാലിൻ എന്ന് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തത് എന്നുള്ളതും ചർച്ചയാകും. ശ്രീ പത്മകുമാർ. ഇല്ലില്ല, ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിച്ചു. അദ്ദേഹത്തിന് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽപ്പെട്ട മന്ത്രിമാരെ വിടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ സ്റ്റാലിൻ എന്ന് പറയുന്നൊരു വ്യക്തിയല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽപ്പെട്ട ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട 2 മന്ത്രിമാർ, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി ഉൾപ്പെടെ വരും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റാലിൻ ഇതിനെതിരാണെന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാം വ്യക്തിനിഷ്ഠമായിട്ടും പൊളിറ്റിക്കലായിട്ടും കാണുന്ന ഒരു രീതിയുടെ പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ നിലപാട് വ്യക്തമാണ്. പ്രശാന്ത് പത്മനാഭൻ, ഏതായാലും ഈ ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമം എന്നാണ് ഇപ്പോൾ പത്മകുമാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും, ആരൊക്കെയാകും അവിടെ എത്തുക, ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ആ വിഷയങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം ഒരുപക്ഷെ ഇനി വരും ദിവസങ്ങളിൽ അതിൽ ആ അയ്യപ്പ സംഗമത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതും എന്നും തോന്നുന്നു.